ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബർത്ത്ഡേ കാർഡാണ്. ആർക്കുമല്ല, നമ്മുടെ സ്വന്തം അച്ഛന് വേണ്ടി മാത്രം. അപ്പം ഞാനിവിടെ 2 അക്ഷരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എഴുതാൻ പോണത് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഐ തോന്നണം, ഒരു എച്ചും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടെ എച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എച്ച് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് പശേനെ എടുക്കണം. നോർമൽ ഫെവിക്കോൾ, കുഴപ്പമില്ല, എന്നിട്ട് രസമായിട്ട് പറിച്ചെടുക്കും. ആദ്യം തന്നെ നമ്മളിവിടെ എച്ചാണ് എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം കൂളായിട്ടൊക്കെ ഒട്ടിച്ചെടുക്കുന്ന കാര്യം പശയല്ല പോകണമെന്ന് ശരിയായിക്കോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ഇനി ഓക്കെ, അപ്പം ഇനി നമ്മൾ എഴുതേക്കണം ഹാപ്പി എന്ന് അതിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്ലാൻ ഈ സാധനം ഹാർട്ട് ഷേപ്പിലുണ്ട് കട്ട് ചെയ്തേക്കണം. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അയ്യണമില്ല അതാണ് എന്തിനാ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തേ, എന്തിനാന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഐ ഒട്ടിച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. ഇതാണ്ടോ നമ്മുടെ ഐ. അപ്പം ഇങ്ങനെ ഒട്ടിക്കണത് എനിക്ക് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആളെന്ന് പറഞ്ഞൊരു ഓട്ടോ ഓടിക്കണ ഒരാളാണ്. അപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം ഫോം ഷീറ്റ് ഉണ്ട്. അപ്പം നമുക്ക് മാക്സിമം ഓട്ടോ വരയ്ക്കാൻ നോക്കാം കേട്ടോ. എനിക്ക് ഓട്ടോ വരയ്ക്കാൻ അത്ര പറ്റുന്നില്ല. ഒരു മിനിറ്റ്, ഓട്ടോ എങ്ങനെ ഇരിക്കണം ഗൈസ്, എന്നെക്കൊണ്ട് ഓട്ടോ വരയ്ക്കാൻ പറ്റില്ല. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛനാരാന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറണ്ട് ഫോട്ടോ ഇല്ല, കാരണം ഞാൻ പണ്ടത്തെ ഫോട്ടോ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ അച്ഛൻ. എന്നിട്ട് ഞാൻ വേറൊരു അച്ഛൻ്റെ വീഡിയോ കൊടുക്കാം കേട്ടോ പറ്റുമെങ്കിൽ. ഇനി അടുത്ത എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു മെസ്സേജ് പോലെ എഴുതാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മെസ്സേജെന്ന് പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല, അത് വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യും, ഒരു ഹാർട്ട് ഇട്ടൊട്ടിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഫോം ഷീറ്റാണല്ലോ ഉള്ളത്, ഗിൽറ്റർ പേപ്പറിൻ്റെ ഫോം ഷീറ്റ്. ഇപ്പം ഗിൽറ്റർ പേപ്പറിനും ഫോം ഷീറ്റൊന്നും പറയുന്നത്, ഗിൽറ്റർ പേപ്പർ എന്തിട്ടാണെന്നറിയാൻ പാടില്ലാത്ത ഫോം ഷീറ്റിൻ്റെ ഗിൽറ്റുള്ളതാണ് ഗിൽറ്റർ പേപ്പർ. ഇനിയിപ്പോൾ ഫോം ഷീറ്റാണ്, ഫോം ബോർഡായിരുന്നു കഴിക്കില്ല കേട്ടോ. ഇതുവരെ ഫോം ബോർഡ് യൂസ് ചെയ്തില്ല. അപ്പം ഞാൻ ഇവിടെ ആയിട്ട് ചോദിക്കാണ്. അറിയാൻ ഞാൻ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ടിങ് ആണ്. ദിസ് ഇസ് മൈ 3rd വീഡിയോ. അതുകൊണ്ട് എനിക്ക് ഇത്ര സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പം ഇത്ര നമുക്ക് ഗോൾഡ് യെല്ലോ നമുക്ക് സിൽവർ ഉണ്ടെന്നാലോ. അപ്പം നമുക്ക് സിൽവർ എടുക്കാമല്ലോ. സിൽവർ എന്ന് പറയുന്നത് ഇതിലെന്ത് ചെയ്യുന്നതാണ് ഞാൻ ലയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഹാപ്പി ബർത്ത്ഡേ വേണ്ട. അപ്പം നമുക്ക് ആ ചിത്തിര എന്നുള്ളത് എഴുതാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ലോ വാച്ചിൻ്റെ അപ്പം ഇവിടെ
വീഡിയോ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇപ്പം ഷീറ്റിൽ തട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ അല്ല കൺഫ്യൂഷനാണ് ചിത്തിരാന്ന് എഴുതാം. സാറ്റിസ്ഫാക്ഷനൊന്നുമില്ല. അപ്പം കാർഡ് സോറി ഉണ്ടെന്ന് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പോസ് ഓണാക്കാൻ മറന്നു. അപ്പോൾ കാർഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ബൈ ആരാധ്യാന്ന് എഴുതിയതൊക്കെ കൊളായിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ 2 വശം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. പക്ഷേ ഞാൻ ഫസ്റ്റ് ട്രൈ പറഞ്ഞൊരു കച്ചറയായിട്ടുണ്ട്. അപ്പം നമ്മളിത് സെക്കൻഡ് ട്രൈയിൽ ഈ 2 വശം ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. വശമൊന്നും ഉണങ്ങിയിട്ടില്ല, അതൊന്നും നോക്കണ്ട നിങ്ങൾ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് എഴുതുന്ന നല്ല വൃത്തിയിൽ സമയം എടുത്തൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ എൻ്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഞാൻ. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇച്ചിരി ഗ്ലൂ തേച്ചിട്ട് അത്യാവശ്യം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. വൈകാതെ തന്നെ ഒരു പ്രൈമിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ദിസ് ബൈ ഫ്രം അരസ്. ബൈ.